കരമനയിലെ ഓവർ സ്പീഡ് മൂലം ബൈക്ക് റോഡ് സൈഡിലെ പാർക്ക് ചെയ്ത ബൈക്കിലിടിച്ച് 3 ചെറുപ്പക്കാരുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചെതറിയതായിട്ട് വാർത്ത വരുന്നു. ഇന്ന് വെളുപ്പിനെ 1:30-2 മണിക്കാണ് ഈ സംഭവം. അവർ 3 ചെറുപ്പക്കാർ 20 വയസ്സ് പ്രായമുള്ളവരാണ്. അവർ രാത്രി ഒരു ഹോട്ടലിലെ ജോലി കഴിഞ്ഞ് അവർ അതിവേഗത്തിൽ ഈ 2 വീലറിൽ കയറി ഇരുന്ന് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു. 3 പേരും ഒരു ബൈക്കിൽ തന്നെ യാത്ര ചെയ്തു. റോഡിൻ്റെ ഇടതുവശത്ത് കരമന ഭാഗത്ത് പാർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ബൈക്കുകളുടെ അതിലേക്ക് ഇടിച്ച് കയറി ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി എന്നാണ് വരുന്ന വാർത്തകൾ. പോലീസ് ആ സീനിലെല്ലാം ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നിടത്തെല്ലാം ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അത്ര ഭീകരമായ ഒരു ഇടിയായിരുന്നു അത്. എത്ര കിലോമീറ്റർ സ്പീഡിൽ പോയി, അതിൻ്റെ മൊമെൻറ്റം എത്രയാണ് ആ ഇടിയുടെ ആഘാതത്തിലുണ്ടായത് എന്ന് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയത് നമുക്ക് മനസ്സിലാവും. സാധാരണ ഇതിൽ പരിക്കേറ്റ് അവിടെ തന്നെ കിടക്കുകയാണ്. വെളുപ്പിനെ 1:30 മണിക്ക് 3 പേര് ഹെൽമറ്റ് ഇല്ലാതെ ആ ബൈക്കിൽ സഞ്ചരിച്ച് റോഡിൻ്റെ ഇടതുവശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പാർക്ക് ചെയ്തിരുന്ന ആ ബൈക്കിനകത്ത് ഇടിച്ചു കയറി ശരീരം ചിന്നിച്ചിതറിയതായിട്ടാണ് വരുന്നത്. എത്ര ഭയങ്കരമായ സ്പീഡിലാണ് അവർ പോയതെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാവും. ചെറുപ്പക്കാരെല്ലാം അങ്ങനെയാണ്. ധാരാളം ചെറുപ്പക്കാർ കേരളത്തിൽ കാസർഗോഡ് തിരുവനന്തപുരം റോഡ് സൈഡിലെല്ലാം കൊല്ലപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. അത് CCTV ദൃശ്യത്തിലൊക്കെ കാണാം. അത് 10, 25, 20 വയസ്സിനകമുള്ള കുട്ടികൾ അതിഭീകരമായ അതിവേഗതയോടെ ഓടിക്കുന്ന സ്പിരിറ്റിലാണ്. ഒരു അഡിക്ഷനാണത്. മൊബൈൽ ഫോൺ പോലെയുള്ള അഡിക്ഷൻ തന്നെയാണ് ഇതും. കാരണം രാത്രി കാലങ്ങളിലെ തിരുവനന്തപുരം നഗരത്തിലെ കുറച്ച് വിജനമായി കഴിയുമ്പം റോഡിൽ കൂടെ ചെറുപ്പക്കാർ സൈലൻസർ തുറന്നു വെച്ചിട്ട് പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ എല്ലാവരെയും ഉണർത്തി കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണാം. അത് ദൈനംദിനമാണ്. പോലീസ് അത് ഇൻ്റർഫിയർ ചെയ്യണം. അവർ വരുന്ന റൂട്ടുകൾ ഏകദേശം മനസ്സിലാക്കി അവിടെ എവിടെയെങ്കിലും നിന്ന് അവരുടെ ഫോട്ടോ എടുത്തിട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ഇടിച്ചെവിടെയെങ്കിലും മരിക്കും. അതുകൊണ്ട് അവരുടെ മൊബൈൽ ഫോട്ടോ എടുക്കണം. കാരണം പല സ്ഥലത്തും അവർ സഞ്ചരിക്കുന്നത് അവരെ CCTV ദൃശ്യത്തിൽ കിട്ടാതിരിക്കാനുള്ള രീതിയിലും അതിവേഗതയിലും നമ്പരൊന്നും പതിയാതെയും. അവർക്കറിയാം CCTV ദൃശ്യം അധികം ഉള്ള സ്ഥലം എവിടെയാണ്, ഇല്ലാത്ത സ്ഥലം എവിടെയാണ്. അതൊക്കെ നോക്കിയിട്ടാണ് ഈ കത്തിരി കത്തിക്കുന്നത്. 100, 120, 140 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാഴ്ച. ഒപ്പം തന്നെ സൈലൻസർ തുറന്നു വെച്ചിട്ട് അതിഘോരമായ ചെവി തുളച്ചു കയറുന്ന ശബ്ദത്തോടെ പോകുന്ന കാഴ്ച തിരുവനന്തപുരത്ത് എല്ലായിടത്തും ഉണ്ട്. വെള്ളയമ്പലം കവടിയാർ റോഡിലും PMG നന്തൻകോട് കവടിയാർ റോഡിലും ഇത് സർവ്വസാധാരണമാണ്. വിജനമായ പല സ്ഥലത്തും റൂറൽ സൈഡിലൊക്കെ ഇത് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഏതായാലും ഇതിനെ അതിവ് വരുത്തണം. ചെറുപ്പക്കാരായ കുട്ടികൾ ധാരാളം മരണപ്പെടുകയാണ്. പല വീടുകളിലും ഒരു കുട്ടിയുള്ളതും അവർ ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത് അവൻ്റെ ശല്യം കൊണ്ട് ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത് അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. ഏക മകനും പോയവർ ധാരാളം പേര് കേരളത്തിലുണ്ട്. അതുകൊണ്ട് പോലീസ് അതിശക്തമായ നടപടി ഇവരുടെ പേരിൽ എടുക്കണം. അവർക്ക് കൃത്യമായി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസ് രാത്രിയും പകലും 1-2 പേര് കൂടി ചെക്ക് ചെയ്ത് അവരുടെ ഫോട്ടോ എടുക്കുക. കാരണം CCTV ദൃശ്യത്തിലൊക്കെ കിട്ടാതെ ഓടിക്കാൻ അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ ഫോട്ടോ എടുക്കാനേ വഴിയുള്ളൂ. അവരെ പിടിച്ചു നിർത്തേണ്ട അതിവേഗത്തിൽ തന്നെ പൊക്കോട്ടെ. പോലീസ് ഉദ്യോഗസ്ഥർ തടയാൻ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇടിച്ച് അവർ മരണപ്പെടും. അതുകൊണ്ട് അതിവേഗത്തിൽ 100 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ വരുന്നവരൊക്കെ അങ്ങ് വിട്ടേക്കുക, കൈ കാണിക്കണ്ട, അവരങ്ങ് പോട്ടെ. പക്ഷേ ഫോട്ടോ എടുക്കുക കൃത്യമായിട്ട്. കരമന ഉണ്ടായത് അത് തന്നെയാണ്. 3 പേരുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി എന്ന് പറയുമ്പം ആ സ്പീഡ് എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. പോലീസ് പല സ്ഥലത്തും ഓരോ ഷീറ്റ് പിരിച്ചിട്ട് ശരീരഭാഗങ്ങളെല്ലാം മൂടിയിട്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ചാനലിൽ കൂടെ ഞാൻ കണ്ടു. ഇതുപോലെ നടക്കുന്ന സംഭവങ്ങൾ ധാരാളം കേരളത്തിൽ. ഹെൽമറ്റ് 3 പേരും വെച്ചിരുന്നില്ല. രാത്രി ജോലി കഴിഞ്ഞ് പാവങ്ങൾ 20 വയസ്സോളം ഉള്ളൂ 3 പേർക്ക്. അതിൽ 2 പേര് നെയ്യാറ്റിൻകരക്കാരാണ്. മറ്റൊരാൾ ഒരു ഋദ്ധിക് എന്ന് പറഞ്ഞ ഒരാൾ നോർത്ത് ഇന്ത്യനാണ്. മറ്റു 2 പേര് നെയ്യാറ്റിൻകരക്കാരാണ്. പ്രണവും സജിയും എന്നാണ്. എല്ലാവരും 20-21 വയസ്സിൻ്റെ പ്രായപരിധിയിലുള്ളവരാണ്. ആ സമയത്താണ് രാത്രി അവർ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഹോട്ടലിലെ പണിയും കഴിഞ്ഞിട്ട് അതുങ്ങൾ ബൈക്കിലെടുത്ത് വളരെയധികം ഘോരമായ അതിഗംഭീരമായ സ്പീഡിലേക്ക് ഓടിച്ചു വന്ന് മരണമടയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.